ഇസ്ലാമിക ഫിലോസഫർമാർക്കിടയിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ള ചിന്തകൾ പങ്കുവച്ച ചിന്തകനാണ് ഇബ്നു അറബി. ഷെയ്ഖുൽ അക്ബർ അഥവാ മഹാഗുരു എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബോധപൂർവം തന്നെയാണ് അദ്ദേഹത്തിന്റെ രചനകൾ ദുർഗ്രഹമാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഇബ്നു അറബിയുടെ ഫിലോസഫികളാണ്. ആദ്യം അദ്ദേഹത്തെക്കുറിച്ചുള്ള ചെറിയ വിവരണം നൽകിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഫിലോസഫിയിലേക്ക് കടക്കാം. പോഡ്കാസ്റ്റ് രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചക്കല്ല കേൾവിക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഷെയ്ഖ് മുഹിയുദ്ദീൻ ഇബ്നു അറബി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ക്രിസ്തുവർഷം 1165 ജൂലൈ 28-നാണ് ഇബ്നു അറബി ജനിച്ചത്. ഇന്ന് സ്പെയിൻ എന്നറിയപ്പെടുന്ന ആന്തലൂഷ്യയിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു സൂഫി കുടുംബമായിരുന്നു ഇബ്നു അറബിയുടേത്. പിതാവായ അലി ഇബ്നു മുഹമ്മദും അദ്ദേഹത്തിന്റെ പിതാവുമെല്ലാം പേരുകേട്ട സൂഫി പണ്ഡിതരായിരുന്നു. ആന്തലൂഷ്യയിലെ പേരുകേട്ട മതപഠന കേന്ദ്രമായ സെവില്ലയിൽ നിന്നാണ് ഇബ്നു അറബി വിദ്യാഭ്യാസം നേടിയത്. യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഇബ്നു അറബി വിദ്യാഭ്യാസ കാലത്തു തന്നെ നിരവധി യാത്രകൾ നടത്തുന്നുണ്ട്. സ്പെയിൻ ഉടനീളം അദ്ദേഹം പഠനകാലത്തു തന്നെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. വെറും സഞ്ചാരം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. ചെല്ലുന്നിടത്തെല്ലാം ആ നാട്ടിലെ പ്രശസ്തരായ സൂഫി പണ്ഡിതരുമായി പരിചയപ്പെടുകയും അവരിൽ നിന്ന് അറിവുകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇബ്നു അറബി. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കർദോവിലേക്കുള്ള യാത്രയിൽ പ്രശസ്ത ചിന്തകൻ ഇബ്നു റുഷ്ദിനെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് ഒരിക്കൽ അദ്ദേഹം ഈജിപ്തിൽ എത്തിച്ചേരുന്നു. എന്നാൽ അവിടെ വെച്ച് ഇബ്നു അറബിക്ക് നേരിടേണ്ടി വന്നത് വധശ്രമമാണ്. അങ്ങനെ പല ഭയാനതകളും ഇബ്നു അറബി യാത്രകളിൽ നേരിടുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം ജെറുസലേം വഴി മക്കയിലെത്തുകയും കുറെ കാലം മക്കയിൽ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും യാത്ര തുടരുന്ന ഇബ്നു അറബി കുനിയയിൽ വെച്ച് ജലാലുദ്ദീൻ റൂമിയെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവസാനം യാത്രക്കൊടുവിൽ ദമസ്കസിലെത്തിയ ഇബ്നു അറബി അവിടെ സ്ഥിരതാമസമാക്കുകയായിരുന്നു. 800ഓളം ഗ്രന്ഥങ്ങൾ ഇബ്നു അറബി എഴുതിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അവ മുഴുവൻ കണ്ടെടുക്കാൻ ചരിത്രകാരന്മാർക്കായിട്ടില്ല. ഇന്ന് ഇബ്നു അറബിയുടേതായി ലഭ്യമായ പുസ്തകങ്ങൾ 284 മാത്രമാണ്. ഇതൊക്കെയാണ് ഇബ്നു അറബിയെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം. ക്രിസ്തുവർഷം 1240 ദമസ്കസിൽ വെച്ച് തന്നെയാണ് ഇബ്നു അറബി മരണപ്പെടുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഫിലോസഫിയിലേക്ക് കടക്കാം. ഫുത്തുഹാത്ത് അഥവാ തുറവികൾ എന്നാണ് തന്റെ ചിന്തകളെ ഇബ്നു അറബി രേഖപ്പെടുത്തുന്നത്. വാതിലെല്ലാം തുറക്കുന്നതിനെയാണ് ഫതഹ എന്ന് പറയുന്നത്. ഏകത്വ ദർശനമാണ് ഇബ്നു അറബി പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വഹദത്തുൽ വുജൂദ്, അതായത് ഉണ്മകളുടെ ഏകത്വം. ഇന്ത്യൻ ഫിലോസഫിയിലെ അദ്വൈത ഫിലോസഫിയുമായി ഏറെ സാമ്യമുള്ള തിയറിയാണ് വഹദത്തുൽ വുജൂദ്. മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് പ്രയാസമുണ്ടാകും. കഴിവതും ഈസിയായി പറയാൻ ശ്രമിക്കാം. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കേട്ടുനോക്കുക. വഹദത്തുൽ വുജൂദ് മലയാളീകരിക്കുമ്പോൾ ഏകത്വ ദർശനം എന്നാണ് പൊതുവെ പണ്ഡിതന്മാർ അർത്ഥം നൽകാറുള്ളത്. എന്നാൽ രണ്ടായി നിലനിൽക്കാത്തത് എന്നാണ് ഇതിന്റെ ശരിയായ അർത്ഥം. അതായത് ഏകം എന്ന് പറയുമ്പോൾ അതിന് വിപരീതമായ അനേകം എന്നൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇബ്നു അറബി പറയുന്ന വഹദത്തുൽ വുജൂദ് ആ സാധ്യതയെ പോലും തള്ളുന്ന തിയറിയാണ്. അതായത് അനേകമായതിനെ പോലും ഉൾക്കൊള്ളുന്ന ഏകതയെക്കുറിച്ചാണ് ഇബ്നു അറബി പറയുന്നത്. അതായത് രണ്ടല്ലാത്ത ഒന്ന്. വുജൂദ് എന്ന അറബി പദത്തിന്റെ അർത്ഥം ബീയിങ്, എക്സിസ്റ്റൻസ് എന്നെല്ലാമാണ്. മലയാളത്തിൽ ഉണ്മ എന്ന് പറയാം, അഥവാ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ദൈവം മാത്രമേയുള്ളൂ. ദൈവം മാത്രമേ യഥാർത്ഥമായി നിലനിൽക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ ലോകവും അതിൽ ജീവിക്കുന്ന മനുഷ്യർ ഉൾപ്പെടുന്ന ജീവികളും എന്താണ് എന്നായിരിക്കും. ഇബ്നു അറബി പറയുന്നത് അതെല്ലാം ഇല്യൂഷൻ അഥവാ നമ്മുടെ തോന്നൽ മാത്രമാണെന്നാണ്. അദ്വൈത ഫിലോസഫിയിൽ പറയുന്ന മായയും ഇതുതന്നെയാണ്. ഇതിനെ മറ്റൊരു തരത്തിലും നമുക്ക് നോക്കിക്കാണാൻ കഴിയും. ദൈവം എന്ന അസ്തിത്വം അഥവാ സുപ്രീം ബീയിങ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എങ്കിൽ ക്രിയേഷൻസ് ആയ നമ്മളും ആ സുപ്രീം ബീയിങ്ങിന്റെ ഭാഗം തന്നെയാണ്. ഇബ്നു അറബിക്ക് മുൻപ് മറ്റു പല സൂഫികളും ഈ ആശയം പങ്കുവച്ചിട്ടുണ്ട്. ബയാസിദ് ബിസ്താമി, മൻസൂർ ഹല്ലാജ് തുടങ്ങിയ നിരവധി സൂഫി ചിന്തകന്മാർ ഇബ്നു അറബിക്ക് മുൻപും ഈ ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആശയത്തിന് ഫിലോസഫിക്കൽ അടിത്തറയുണ്ടാക്കി എന്നതാണ് ഇബ്നു അറബിയെ ഇവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഘടകം. ഉണ്മയായത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഒന്ന് മാത്രമേയുള്ളൂ, അതാണ് ദൈവം. ബാക്കിയുള്ളതെല്ലാം മായ മാത്രമാണ്. അഥവാ ദൈവാസ്തിത്വത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായി നമുക്ക് തോന്നുന്നത് നമ്മുടെ അറിവില്ലായ്മ കാരണമാണ്. നമുക്ക് എങ്ങനെയാണോ അറിയാൻ കഴിയുക അങ്ങനെ മാത്രമേ നമുക്ക് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ കഴിയൂ. അത് നമ്മുടെ പരിമിതിയാണ്. ഒന്നായിട്ടുള്ളതിനെ പലതായി നമ്മൾ കാണുന്നു അഥവാ മനസ്സിലാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇബ്നു അറബി തന്നെ ഇതിനെ ഒരു ഉദാഹരണത്തിലൂടെ വിവരിക്കുന്നുണ്ട്. പ്രകാശം ഒരു പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ പല നിറങ്ങളിൽ അവ നമുക്ക് മുന്നിൽ
പ്രത്യക്ഷമാകും. പക്ഷേ യഥാർത്ഥത്തിൽ ആ പ്രകാശത്തിന്റെ അടിസ്ഥാന നിറം വെള്ളയാണ്. ഇതുപോലെയാണ് പ്രാതിഭാസിക ലോകത്ത് നമ്മൾ വസ്തുക്കളെയും ജീവികളെയും കാണുന്നത്. അതെല്ലാം ദൈവത്തിന്റെ ഉണ്മയിൽ നിന്നുള്ളതാകുന്നു, അഥവാ ഉണ്മ തന്നെയാകുന്നു. പലതായി കാണുന്നത് അവിദ്യ മൂലമാണ്. എന്നാൽ നമ്മുടെ വുജൂദ് അഥവാ എക്സിസ്റ്റൻസ് മാത്രമേ ദൈവികമുള്ളൂ. നമ്മുടെ മഹിയ അഥവാ എസൻസ് ദൈവികമല്ല. ഒരു പുസ്തകത്തിന്റെ ഉദാഹരണത്തിലൂടെ ഇത് ലളിതമാക്കാൻ ശ്രമിക്കാം. ഒരു പുസ്തകത്തോട് നമുക്ക് രണ്ടു തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്ന്, ഈസ് ഇറ്റ്, അതായത് ഈ പുസ്തകം നിലനിൽക്കുന്നുണ്ടോ? രണ്ടാമത്തേത്, വാട്ട് ഈസ് ദിസ്, എന്താണിത്? ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നാണ്. പുസ്തകം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഇവിടെ മാറ്റർ, ബീയിങ് അഥവാ വുജൂദ്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇത് പുസ്തകമാണ് എന്നാണ്. എസൻസ് അല്ലെങ്കിൽ വാട്ട്നസ് ആണ് ഇവിടെ മാറ്റർ, അഥവാ മഹിയ. ഈ രണ്ട് ചോദ്യം സകല ബീയിങ്ങിനും ബാധകമാണ്, മനുഷ്യർക്കും ബാധകമാണ്. ഇതിലെ ബീയിങ് അഥവാ വുജൂദ് മാത്രമാണ് ദൈവികം. മഹിയ അഥവാ വാട്ട്നസ് ദൈവികമല്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ടൈം സ്റ്റാമ്പ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കുക. മനുഷ്യന്റെ വുജൂദ് ദൈവികമായതുകൊണ്ട് തന്നെ മനുഷ്യന് ദൈവികമായ എല്ലാ ഗുണങ്ങളും സ്വീകരിക്കാൻ കഴിയും. ഒരേ സമയം ജ്ഞാനത്തിലും അസ്തിത്വത്തിലും രൂപപരിണാമം മനുഷ്യന് സാധ്യമാണെന്ന് ഇബ്നു അറബി പറയുന്നു. പൂർണ്ണത കൈവരിച്ച മനുഷ്യന് തന്നിൽ തന്നെയാണ് ദൈവം സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് മൻസൂർ ഹല്ലാജ് അനൽ ഹക്ക്, ഞാൻ തന്നെയാകുന്നു ദൈവം എന്ന് പറഞ്ഞത്. ഒരാൾക്ക് പൂർണ്ണ മനുഷ്യനാകാൻ അഥവാ അൽ ഇൻസാനുൽ കാമിലാകാൻ അവനിലെ ദൈവിക സാന്നിധ്യം ഹളറാത്തുൽ ഇലാഹിയ കുറ്റമറ്റതായി തീരണം എന്നാണ് ഇബ്നു അറബി പറയുന്നത്. അള്ളാഹു എന്ന പേരിൽ ആവിഷ്കരിക്കപ്പെടുന്ന ഉണ്മയുടെ സമഗ്രഭാവത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസരത്തിൽ മനുഷ്യൻ എത്തിയാൽ മാത്രമേ അവൻ ഇൻസാനുൽ കാമിലാകുകയുള്ളൂ. ഇൻസാനുൽ കാമിൽ എന്താണെന്ന് വിശദമായി വീഡിയോക്ക് അവസാനം ചർച്ച ചെയ്യാം. ഈ അവസ്ഥയെ നിലയില്ലാത്ത നില, മഖാം ലാ മഖാം എന്നാണ് ഇബ്നു അറബി പറയുന്നത്. ഈ അവസ്ഥയിൽ എത്തുന്ന ഒരാളെ മുഹക്കിക് എന്നാണ് ഇബ്നു അറബി വിളിക്കുന്നത്. സാക്ഷാത്കാരം നേടിയ ആൾ എന്നാണ് ഈ വാക്കിനർത്ഥം. ഈ അവസ്ഥയിലെത്തിയ ഒരാളെ ദുൽ ഐനൈൻ എന്നും ഇബ്നു അറബി വിശേഷിപ്പിക്കുന്നുണ്ട്. രണ്ട് കണ്ണുള്ളവൻ എന്നാണ് ഈ വാക്കിനർത്ഥം. നമുക്കെല്ലാവർക്കും രണ്ട് കണ്ണുണ്ട്, പക്ഷെ അതുകൊണ്ട് നമ്മൾ ദുൽ ഐനൈൻ ആകില്ല. ആന്തരികമായ അർത്ഥമാണ് ഇബ്നു അറബി ഉദ്ദേശിക്കുന്നത്. ഒരേ സമയം ഒരു മനുഷ്യന്റെ രണ്ടവസ്ഥകളും ദർശിക്കുന്നവൻ എന്നർത്ഥത്തിലാണ് ഇവിടെ ഇബ്നു അറബി ദുൽ ഐനൈൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരേ സമയം ഒരുവൻ തന്റെ ഒരു കണ്ണിലെ കാഴ്ച കൊണ്ട് ബാഹ്യ അസ്തിത്വവും മറു കണ്ണുകൊണ്ട് യഥാർത്ഥ വ്യക്തിസ്വത്തെയും ദർശിക്കുന്നു. ഒരു കാഴ്ചയിൽ എല്ലാ ദൈവിക ഗുണങ്ങളും പ്രത്യക്ഷമാകുകയും മറുകാഴ്ചയിൽ അത് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഇവ രണ്ടിന്റെയും സമതുലിതമായ കാഴ്ചയാണ് ശരിയായ ദർശനം. ആ ഒരു അവസ്ഥയിൽ മാത്രമേ മനുഷ്യൻ ഇൻസാനുൽ കാമിൽ അഥവാ പൂർണ്ണതയിലെത്തിയ മനുഷ്യനാകുകയുള്ളൂ. ഈ അവസ്ഥയെ ദൈവത്തിന്റെ അനന്യതയും അഥവാ തൻസീഹും സാദൃശ്യതയും അഥവാ തഷ്ബീഹും തമ്മിലുള്ള ഐക്യപ്പെടലായി ഇബ്നു അറബി കാണുന്നു. പാരമ്പര്യ ഇസ്ലാമിക പണ്ഡിതർ ദൈവത്തിന്റെ തൻസീഹ് അഥവാ അനന്യത മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. തുല്യമായ രണ്ടൊന്നില്ലാത്ത യുണീക്കായ ഒന്നിനെയാണ് തൻസീഹ് എന്ന് പറയുക. ദൈവത്തിന്റെ അസ്തിത്വം തൻസീഹാണെന്നാണ് പാരമ്പര്യ ഇസ്ലാമിക മതപണ്ഡിതർ അവകാശപ്പെടുന്നത്. എന്നാൽ അതല്ല, സാദൃശ്യതയും അഥവാ തഷ്ബീഹും ദൈവത്തിന്റെ അസ്തിത്വത്തിന്റെ ഭാഗമാണെന്നാണ് ഇബ്നു അറബി പറയുന്നത്. ദൈവം മനുഷ്യനിൽ ഒരേ സമയം തന്നെ നിലനിൽക്കുന്നുണ്ടെന്നും ഇല്ലെന്നും ഇബ്നു അറബി പറയുന്നു. അഥവാ ദൈവം മനുഷ്യനിൽ സന്നിഹിതനും അസന്നിഹിതനുമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലയാണ് തൗഹീദ് അഥവാ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനില്ല എന്ന പ്രഖ്യാപനം. ഒരർത്ഥത്തിൽ ഈ തൗഹീദിന്റെ വ്യാഖ്യാനമാണ് ഇബ്നു അറബിയുടെ വഹദത്തുൽ വുജൂദ്. പാരമ്പര്യമായി അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനില്ലെന്ന് പറയുമ്പോൾ ദൈവമല്ലാതെ മറ്റൊരു അസ്തിത്വവുമില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇബ്നു അറബി. ദൈവത്തിലാണ് സകല വസ്തുക്കളുടെയും ജീവികളുടെയും ഏകത. അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനയുമില്ലെന്ന പ്രഖ്യാപനം മതകീയമാകുമ്പോൾ ദൈവമല്ലാതെ മറ്റൊരു അസ്തിത്വവുമില്ലെന്ന പ്രഖ്യാപനം സ്പിരിച്വലാകുന്നു. ഇതാണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് വഹദത്തുൽ വുജൂദ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒരാവർത്തി കൂടി കേട്ടു നോക്കുക. ഇനി എന്താണ് ഇൻസാനുൽ കാമിൽ എന്ന് പരിശോധിക്കാം. ഇബ്നു അറബിയുടെ ഫിലോസഫികളിൽ വഹദത്തുൽ വുജൂദ് പോലെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇൻസാനുൽ കാമിലും. ഇൻസാനുൽ കാമിൽ എന്ന വാക്കിനർത്ഥം പൂർണ്ണതയിലെത്തിയ മനുഷ്യൻ എന്നാണെന്ന് മുകളിൽ പറഞ്ഞല്ലോ. എന്താണ് അതുകൊണ്ട് ഇബ്നു അറബി ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ഇബ്നു അറബിയും അബ്ദുൽ കരീം അൽ ജീനി എന്ന ചിന്തകനും വികസിപ്പിച്ചെടുത്ത തിയറിയാണ് ഇൻസാനുൽ കാമിൽ. ഈ തിയറി അവർ കണ്ടെത്തുന്നത് മൻസൂർ ഹല്ലാജിന്റെ പ്രശസ്ത മന്ത്രമായ അനൽ ഹക്കിൽ നിന്നാണ്. മനുഷ്യനിൽ ലാവൂത്ത് അഥവാ ദൈവപ്രകൃതിയും നാസൂത്ത് അഥവാ മനുഷ്യപ്രകൃതിയും ഉണ്ടെന്നാണ് ഹല്ലാജ് പറയുന്നത്. മദ്യത്തിൽ വെള്ളം ലയിച്ചിരിക്കുന്നത് പോലെ ഈ രണ്ട് പ്രകൃതിയും മനുഷ്യനിൽ ലയിച്ചു കിടക്കുന്നുവെന്ന് ഹല്ലാജ് പറയുന്നു. ഈ ആശയത്തെ വികസിപ്പിച്ചെടുക്കുകയാണ് ഇബ്നു അറബി ചെയ്തത്. ലാവൂത്തും നാസൂത്തും ഏക യാഥാർത്ഥ്യത്തിന്റെ രണ്ട് ഭാവങ്ങളായാണ് ഇബ്നു അറബി കണ്ടത്. ഹല്ലാജ് ഈ രണ്ട് ഗുണങ്ങളും മനുഷ്യനിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏക സത്യത്തിന്റെ രണ്ട് ഭാവങ്ങളാണ് ഇതെന്നും മനുഷ്യനിൽ
മനുഷ്യനിൽ അത് ഉണ്ടെന്നും ഇബ്നു അറബി പറഞ്ഞു. മാത്രമല്ല ഇത് മനുഷ്യനിൽ മാത്രമല്ല ഭൂമുഖത്തുള്ള സകല വസ്തുക്കളിലും ജീവികളിലും ഇതുണ്ടെന്നും ഇബ്നു അറബി വാദിച്ചു. അതായത് ദൈവികാസ്തിത്വത്തിൽ നിന്ന് പുറത്തുള്ളതായി ഒന്നും തന്നെ ഈ ഭൂമുഖത്ത് നിലനിൽക്കുന്നില്ല. മനുഷ്യൻ പൊതുവായും പൂർണ്ണ മനുഷ്യൻ പ്രത്യേകിച്ചും ദൈവത്തിന്റെ ഏറ്റവും പൂർണ്ണമായ പ്രത്യക്ഷ രൂപങ്ങളാണെന്ന് ഇബ്നു അറബി പറയുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുക വഴി തന്നെ ആവിഷ്കരിക്കുകയാണ് ദൈവം ചെയ്തതെന്നാണ് ഇബ്നു അറബി പറയുന്നത്. ഇത് തിരിച്ചറിയുന്നവനാണ് പൂർണ്ണ മനുഷ്യൻ. അഥവാ തന്നിലെ ലാഭത്തിനെ തിരിച്ചറിയുകയും അത് പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നവനാരോ അവനാണ് ഇൻസാനുൽ കാമിൽ അഥവാ പൂർണ്ണ മനുഷ്യൻ. ഇബ്നു അറബിയുടെ ഫിലോസഫി ഇനിയും ബൃഹത്തായതാണ്. തൽക്കാലം ഇവിടെ നിർത്തുന്നു. പിന്നീട് എപ്പോഴെങ്കിലും അടുത്ത പാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.